ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഗൗതത്തിൻ്റെ ഫ്രണ്ട്സായിട്ട് നമുക്കൊരു ഗെറ്റ് ടുഗദർ ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോഴത്തേ ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് വന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും നമ്മൾ ഇതുപോലെ ഒരു ദിവസം നമ്മളിങ്ങനെ ഗെറ്റ് ടുഗദർ ഉണ്ടാവാറുണ്ട്, എല്ലാവരായിട്ടും ഒരു അർമാദിക്കലും. അപ്പം ഞാനിപ്പോൾ വർക്ക് കഴിഞ്ഞ് വന്നു, എന്നെ പിക്ക് ചെയ്യാൻ ഗൗതത്തിൻ്റെ ഫ്രണ്ട്സ് വരും. പിന്നെ കുറച്ച് പേര് അവിടെ എത്തിയിട്ടുണ്ട്, ഒരു സ്റ്റേക്കേഷൻ പോലെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഗൗതം വർക്ക് കഴിഞ്ഞ് നേരിട്ട് അങ്ങോട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇതിനു വേണ്ടി, കുറേ നാളായി അവരൊക്കെ കണ്ടിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അങ്ങനെ ദാസും മഞ്ജു ആണ്ടോ എന്നെ പിക്ക് ചെയ്യാൻ വന്നത്. അപ്പോൾ അവർ വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയും അങ്ങോട്ടേക്ക് പോവാണ്. പെട്ടെന്ന് തന്നെ അവിടെ എത്തിയിട്ടോ, കാരണം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അവിടേക്ക് ഒരു 20 മിനിറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങള് ഒരു 6 മണിയൊക്കെ കഴിയുമ്പോഴേക്കും അവിടെ ഇവിടെ ഇത്രയും ഒക്കെ ചുറ്റു ഞാനവിടെ എത്തുമ്പോഴേക്കും അവരൊക്കെ കുറേ പേര് പൂളി ചാടിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്നെ കാണുമ്പോഴേക്കും അവർ മുങ്ങി വിളിക്കാൻ നോക്കണ വ്ളോഗാന്ന് മനസ്സിലായിപ്പോ. എന്തോരം നേരം നിങ്ങൾ മുങ്ങിക്കും? എന്തോരം നേരം നിങ്ങൾ മുങ്ങിക്കും? Hi Smriti, you're right. Oh my god. You look fantastic. കിട്ടണ്ട്. അഭിനയാണ് സൂം ചെയ്യണം ഞാൻ. അഭിന എന്താ എന്നോട് പറയാണ്ടെന്ന് പറഞ്ഞില്ലേ? പറയും കേക്കട്ടെ, പറയും. പിന്നെ അവനറിയാൻ ഞാൻ നിന്ന് കൊടുക്കേ. അതിനു മുമ്പേ ഞാൻ വെള്ളത്തിൽ ചാടി. നമ്മളാരാ മോൻ? അഭിലാണ് എന്റെ ഫോക്കസ്. ഈ വ്ളോഗോട് കൂടി അഭിലിന്റെ കല്യാണം ഞാൻ മുടക്കുന്നതായിരിക്കും. വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ പെണ്ണാടി. ഓർമ്മയുണ്ടല്ലോ, ഞാൻ ഓർമ്മയുണ്ടല്ലോ. സൗണ്ട് എഡിറ്റ് ചെയ്യണോട്ടാ, വോയിസ് ഓവർ കൊടുത്താ മതി ചേട്ടാ. അങ്ങോട്ട് തിരിക്കുന്നു. മീന് തീറ്റിട്ടെടുക്കണോ ഇല്ലേ? എന്താണ് പട്ടിയാ? അത് മീനൊന്നുമല്ല, മറ്റേ നീർനായി. ഞാൻ 2 പോം കൊണ്ടാ വന്നിക്കണെന്ന്. ചേട്ടനും ചാട് ചാട്. ആയി പ്രേതം നിക്കണ പോലെയുണ്ട്. വാ അതല്ലേ. ഞാൻ വന്നോണം മൊത്തം അവിടെ ചുറ്റി. അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി, കാരണം നമുക്ക് പൂളി ചാടണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ പൂളിലൊക്കെ ചാടാൻ സെറ്റായി. പിന്നെ എല്ലാവരും കൂടി ഞങ്ങളുടെ ആർമാദിക്കലായിരുന്നു.
എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഇരിക്കുന്ന നീ? ഈ ഇരിക്കണം ഞാനില്ലേ, അത് ഞാനല്ല. എന്നെ കാണിക്കില്ലേ? ഞാൻ ബാക്കിൽ വരാം. ഞാൻ ബിഹൈൻഡ് ക്യാമറ വരാം. എടി ഞാൻ ബിഹൈൻഡ് ക്യാമറ വരാം. ഞാൻ ബിഹൈൻഡ് ക്യാമറ. എടി ഇതിപ്പോ എന്നെ മാത്രം ഫോക്കസ് ചെയ്യുന്നത്. ഇത് ശരിയാവൂല. നോട്ട് ഫയർ. രാജൊക്കെ അവിടെ ഇരിക്കണണ്ട. കോസ്റ്റ്യൂം ഇട്ടിരിക്കണണ്ട അവൻ. പിന്നെ എല്ലാവരും കൂടി ഞങ്ങൾ പൂളിൽ അറമാദിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ കയറുമ്പോൾ തന്നെ ഒരു 11-12 മണിയൊക്കെ ആയി. പിന്നെ എല്ലാവരും കുളിച്ച് സെറ്റായി ഫുഡൊക്കെ കഴിക്കാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ അതിന് മുന്നായിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ അവിടെ ഇരുന്ന്. നാസിന്റെ വിങ്സുകാരനെ കാണില്ല. നശിപ്പിച്ച് ഡെക്കറേറ്റ് ചെയ്യണ്. ഞാനത് ഒളിപ്പിച്ച് വെച്ച സവോളയായിരുന്നു. സ്പ്രേ അടിക്കണ്. അതെന്ത്? അത് ഏത് സ്മെല്ലാ? ഫുഡ് കഴിക്കാ? ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത പോകുന്നത് കണ്ടത്. ഞാൻ ലിങ്ക് പേഴ്സണലി അയച്ചു കൊടുക്കും. അത് തന്നെ ഞാൻ ഒരു ലക്ഷം സ്പോൺസർ ചെയ്യാം. പല പാതകൾ താണ്ടുകയല്ലേ മെല്ലെ മെല്ലെ. ഇവിടെ കിട്ടി. വ്ലോഗ് എടുക്കാൻ വന്നാണ് ഞങ്ങള്. ഞാൻ ഉറങ്ങുകയാണ്. ക്രൂരൻ എനിപ്പിച്ച് അടുത്ത ക്രൂരൻ ഉറങ്ങണ ആളെ എനിപ്പിച്ച്. പാവം ഭാര്യ വന്നുണ്ട്. അറിയിക്കോ കരളെ കുളിരായ കിനാവേ നോവേ തേനേ മേരെ മോല മോല മേരെ മോല മോല മേരെ മോല 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 മേരെ മോല മേരെ മോല. രാവിലെ എണീറ്റിട്ട് പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ചുമ്മാ അവിടെയൊക്കെ ഒന്ന് നടന്ന് പിന്നെ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ച് അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ റെഡിയായി ചെക്കൗട്ട് ചെയ്യാനുള്ള പരിപാടിയിലൊക്കെ ആയിരുന്നു. ഷൂ അഴുക്കാക്കാണ്ടിരിക്കാൻ വേണ്ടി ഒരു വേഷം കെട്ട്. ഞങ്ങളങ്ങനെ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ്.
ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുക്കാൻ വേണ്ടി പോകുന്നത്. എന്ത് ബോൾ ഇവിടുത്തെ ബോള. ഇനി വേറെ പരിപാടി എന്തുട്ടാ? ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷെ എന്തൊക്കെയോ എവിടേക്കോ പോവാന്ന് പറയുന്നുണ്ട്. നോക്കാം. ഇനിയിപ്പോൾ കുറച്ച് പേര് വീട്ടിലോട്ട് പോവും. ഇനി ഞങ്ങളെല്ലാവരും കൂടി എവിടേക്കോ പോവാന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോ കാണാം. വളർത്തണ പച്ചക്കുതിരനെ അതെല്ലേ? പൈസ വരട്ടെ, കുഴപ്പമില്ല. വേണ്ട, കുഴപ്പമില്ല. മുത്തിനല്ല പൈസ വേണമെന്ന് പറഞ്ഞത്. കുഞ്ഞല്ല, നമ്മുടെ UK സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നിർത്താം. യാത്ര പറയുന്ന സീൻ അവൾ ഒപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അപ്പം ഞങ്ങൾ എല്ലാവരും ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. 2-3 പേര് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി എങ്ങോട്ടെങ്കിലും പോവാന്ന് പറയുന്നുണ്ട്. എങ്ങോട്ടാന്ന് അറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾക്കൊരു കല്യാണ പരിപാടി ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് അറ്റൻഡ് ചെയ്യുന്നു പറയുന്നുണ്ട്. കറക്റ്റ് പ്ലാൻ ആർക്കും ഒന്നുമില്ല. എങ്ങോട്ട് പോകുന്ന കണ്ടറിയാം അല്ലേ? ചായ കുടിക്കാം. ഞങ്ങൾക്ക് കാലത്ത് കോംപ്ലിമെന്ററി ഇതിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ ചായ കുടിച്ചിട്ടില്ല. ഫുഡൊക്കെ ഞങ്ങൾ മേടിച്ച് കഴിച്ചിരുന്നു ഓൾറെഡി. ഇവന്മാരൊക്കെ പോയിട്ട് ഫുഡ് മേടിച്ചുകൊണ്ടെന്ന് ഞങ്ങൾ കാലത്ത് കഴിച്ചു. പക്ഷെ ചായ കുടിച്ചില്ല. അപ്പൊ ചായ കുടിക്കാത്തോണ്ട് തന്നെ ഭയങ്കര ഒരു ഉന്മേഷക്കുറവ്. ഔട്ടിക്ക് അങ്ങനെ തന്നെയല്ലേ? ചായ കാലത്ത് എന്നിട്ട് വരുമ്പോ തന്നെ ഇതായിട്ടില്ലെങ്കിൽ ഭയങ്കര എനിക്കും അങ്ങനെ തന്നെയാണ്. വേണ്ടാന്ന് വിചാരിച്ച് കുടിക്കാണ്ടിരിക്കുന്ന ദിവസങ്ങൾ കുഴപ്പമില്ല. പക്ഷെ എന്നാലും അത് കുടിച്ചു കഴിയുമ്പോ ഒരു പ്രത്യേക ഉണർവാണ്. ചായ കൊള്ളാല്ലേ? നമസ്കാരം. ഞങ്ങളെല്ലാവരും അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ടാട്ടോ വന്നത്. കാരണം എല്ലാവരുടെയും കാർ അവിടെ ഇട്ടിട്ട് എല്ലാവർക്കും കൂടി ഒരു കാറിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം തൊടുപുഴയിൽ ദാസിനൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും പോകാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 12:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഏകദേശം ഒരു വിശപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ദാസിൻ്റെ കല്യാണത്തിന് അവിടെ ഡ്രോപ്പാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വേറെ ഫുഡ് കഴിക്കാൻ പോകാമല്ലോ എന്ന്. അപ്പം അതുവരെ ഞങ്ങളെല്ലാവരും വിശപ്പ് സഹിച്ചു പിടിച്ചിരുന്നു. എല്ലാവർക്കും ഭയങ്കര വിശപ്പായിരുന്നു. ചോറും മീൻകറിയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം തപ്പി അവസാനം ഞങ്ങൾക്കൊരു ഹോട്ടൽ കണ്ടുകിട്ടി. ദാസിനെ ഡ്രോപ്പ് ചെയ്ത ശേഷം ഞങ്ങൾ 1-2 കടയിൽ നോക്കി. പക്ഷെ അവിടെയൊന്നും ചോറ് മീൻകറിയും മീൻ വറുത്തതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ തന്നെ കഴിക്കണം 2-3 പേർക്ക്. അങ്ങനെ ഈ കടയിൽ കയറിയതും ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല ചൂടോടെയായിരുന്നു ഫുഡ് അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് വാഗമണിലോട്ടാട്ടോ. വാഗമൺ എത്തിയില്ല. അതിന് മുന്നേ ഞങ്ങൾ ഇറങ്ങി ചുമ്മാ ഒരു റൈഡ് അടിച്ചതാണ്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന നവീന് തേയിലത്തോട്ടം കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ തേയിലത്തോട്ടം കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയതാണ്. അപ്പോൾ ഒരു വ്യൂ പോയിൻ്റ് എത്തിയപ്പോൾ ഞങ്ങൾ നിന്ന്. നല്ല അടിപൊളിയായിരുന്നു. അവിടെയും ഒരു ചായക്കൊടുക്കെ ഉണ്ടായിരുന്നു. ഫുഡാണല്ലോ ഞങ്ങളുടെ മെയിൻ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് നേരം ചില്ല് ചെയ്ത് പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും കുറച്ച് റൈഡ് പോയി. അവിടെ ആ സ്ഥലത്ത് നിന്നപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 2 പേരെ ഞാൻ കണ്ടുമുട്ടിയത്. നിങ്ങളായിരുന്നു ആ കുന്നിന്റെ മേലെ. എടാ നിങ്ങളാ
ഞങ്ങളെ ആ വണ്ടി നോക്കിക്കൊണ്ടിരിക്കായിരുന്നു, ഒരു 6 വരുന്നുണ്ടല്ലോ. പിന്നെ ഞങ്ങൾ അവരോട് കുറച്ച് നേരം സംസാരിച്ച് അവരവിടെ നിന്ന് പോയി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചായ കുടിക്കാനുള്ള പരിപാടിയിലായിരുന്നു എല്ലാവരും. ചായ പറഞ്ഞേ എനിക്കൊരു കാപ്പി വിത്തോട്ട് 2 കാപ്പി വിത്തൗട്ട്. മാഗി എന്താ പറയടാ. വേണങ്ങ എങ്ങനെയുണ്ട്? താങ്ക്സ്. അതെല്ലേ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ തിരിച്ചിറങ്ങി. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഈ ക്യാമറ കാണുന്നേക്കാട്ടും നല്ല അടിപൊളിയായിരുന്നു നേരിട്ട് കാണാൻ. അങ്ങനെ നമ്മൾ അടിപൊളി വ്യൂ കണ്ട് വീട്ടിലൊരു 11:30-12 മണിക്കാവുമ്പോൾ എത്തി. നമ്മളൊട്ടും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു റൈഡ് പോവാന്ന്. കാലത്തെ എണീറ്റ് എല്ലാവരും ജസ്റ്റ് എന്തെങ്കിലും ചെയ്യുക, എങ്ങോട്ടെങ്കിലും പോവാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ നല്ല അടിപൊളി ദിവസമായിരുന്നു. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണുള്ളത്. അപ്പോൾ ഇനിയും നമുക്ക് കുറേ അടിപൊളി വ്ലോഗ്സ് വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.